എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സിൽച്ചാറിലാട്ടോ, ആസാമിൽ. അപ്പോൾ ഇന്നലെ നമ്മളൊരു സൈക്കിൾ കടയിൽ വന്ന് സൈക്കിളൊക്കെ റിപ്പയർ ചെയ്തിട്ടാ. അപ്പോൾ അതിൻ്റെ വീഡിയോകളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്, എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് കിടക്കാട്ടാ. കഴിഞ്ഞ ദിവസം ജിർബാമിലേക്ക് വന്നിട്ടാ. അപ്പോൾ ഇവിടെ ഒരു വീടുണ്ട്, അവിടെയാണ് താമസിച്ചിട്ടാ. അപ്പോൾ അവിടുത്തെ ഒരു പിള്ളേരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പോകണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ ഇപ്പം ഉണ്ട്, എല്ലാവരെയും പരിചയപ്പെടുത്തരാം. भैया आप लोग का जिस नाम? मेरा नाम रोशन। रोशन। आपका? मेरा नाम नसीर। अकबर। इमरान। मेरा भी नाम इमरान। अच्छा, ये आप लोग पूरा दोस्त वगैरह है? ये डुप्लीकेट है, ये जेरोक्स है। अच्छा, ये दो भी इमरान है. അങ്ങനെ നമ്മൾ മണിപ്പൂരിൽ നിന്ന് ഇറങ്ങണേ കേട്ടോ. മണിപ്പൂരിൽ നിന്ന് അങ്ങനെ ഇറങ്ങി നേരെ നമ്മൾ പോണത് ആസാമിലേക്കാണ്. അപ്പോൾ നമ്മൾ സിൽച്ചറിലേക്ക് പോകണേട്ടാ. ബ്രോ ഓക്കെ, ठीक है, फिर मिलेगा एक बार केरला वो. പക്ഷെ എന്നാലും നമുക്ക് പറയാൻ പറ്റൂലല്ല, കാരണം ഒന്നാമത്തെ കേസ് ഞാൻ ഒരു മാസത്തിന് മേലെ ആയിട്ട് ഇവിടെ മണിപ്പൂരുണ്ടായിട്ട്. പക്ഷേ എനിക്ക് ഇതേ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ആളുകൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ വ്ലോഗ് കാണുന്ന ആൾക്കാരാണെങ്കിലും എൻ്റെ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവരെത്ര മാത്രം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ നാട്ടുകാർ, പോലീസുകാർ, ആർമിക്കാർ, അതേപോലെ CRPF, ആസാം റൈഫിലുള്ള ആൾക്കാർ, BSF, അങ്ങനെ ഒരുപാട് ആൾക്കാർ. ഇപ്പോൾ പട്ടാളക്കാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ ഫുഡിനൊന്നും എക്സ്പെൻസ് ആയിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു മാസത്തിന് മേലെ ഫുഡിന് എക്സ്പെൻസ് ആയിട്ടില്ല. അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒന്ന് പൊളിഞ്ഞ് ശരിയാട്ടാ. നമ്മളങ്ങനെ ഏകദേശം സിൽച്ചാർ എത്തി കേട്ടോ. അല്ലേ, ഇപ്പോൾ ഇവിടെ അത്യാവശ്യം വെയിലായിരുന്നു തന്നെ. ഇപ്പോൾ വെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടവർ ഓർമ്മയുണ്ട്, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഇമ്രാൻ ബ്രോൻ്റെ വീട്ടിലേക്ക് പോകണ റൂട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സൈക്കിൾ റെഡിയാക്കാണ്ട് കട കിട്ടിയേട്ടാ. അപ്പോൾ ഇവിടെ ഒരു സൈക്കിൾ കട ഉണ്ട്. നമ്മുടെ സൈക്കിൾ ഇപ്പോൾ അകത്ത് റെഡിയാക്കൊണ്ടിരിക്കണം കേട്ടോ. ഇവിടുത്തെ പുള്ളി നല്ല ഉറക്കത്തിലാണ്. അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടല്ലേ. അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട് അല്ലേ. പുള്ളി നല്ല ഉറക്കത്തിലാണ്. പുള്ളിയുടെ മുതലാളിയാണ് കേട്ടോ. അപ്പോൾ പുള്ളീനെ പരിചയപ്പെടുത്തി തരാൻ നോക്കാം. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഹായ് ഹായ് ബ്രോ, आपका नाम क्या है? हुसैन. अच्छा, अब इधर का है ना? अच्छा अच्छा. है आपका नाम क्या है? अच्छा, अब लोग इधर का है ना? अच्छा अच्छा. നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആ സ്പോക്ക് കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ഫ്രീ വീല് സെറ്റാക്കണം. പിന്നെ അതിൻ്റെ ചെയിൻ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. നല്ല ചെയിൻ മാറാനുണ്ട്. പിന്നെ അതുപോലെ ബോൾ ബെയറിങ് മാറാനുണ്ട്. പിന്നെ ബ്രേക്കും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് പണികളുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ദിവസം ടെൻ്റ് അടിച്ചിട്ടുണ്ട്. भैया आपका नाम? आपका नाम? हबीबुर रहमान. हबीबुर रहमान. आप इधर का है ना? इधर के बेरंगा है. बेरंगा. अच्छा अच्छा अच्छा. और लखीमपुर रोड बेरंगा. अच्छा अच्छा. आपका दुकान में मेरा साइकिल. थैंक यू भैया, तो स्टे देने के लिए. ओके. പുള്ളിയുടെ കടയിലാണ് നമ്മൾ സൈക്കിൾ ശരിയാക്കിയിട്ടില്ല, ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് റിട്ടേൺ പോകണം. സൈക്കിൾ ഇന്ന് റെഡി ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് ആകെ ശരിക്കും ദേഷ്യം വന്ന അവസ്ഥയിൽ പോയിട്ടോ. കാരണം ഇന്നലെ നമുക്ക് സ്റ്റേ ചെയ്യാനൊരു സ്ഥലം പോലും കിട്ടിയില്ല. ആകെ പെട്ടിരിക്കുകയാണ്. മൂപ്പരാണെങ്കിൽ ഒന്നും പറയാനില്ല. പക്ഷേ ഇപ്പോൾ പുള്ളി ഭയങ്കര പാവർക്കട്ടാ. നമുക്ക് ടെൻ്റ് അടിക്കാൻ ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ തന്നു. ഇവിടെയായിട്ട് നമ്മൾ ടെൻ്റ് അടിച്ചത്. പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. പിന്നെ ഇപ്പോൾ രാവിലത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ പുള്ളി തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സൈക്കിള് കടയിൽ പോകണം. അത് ശരിയാക്കിയിട്ട് മിസോറാം പോകാൻ പ്ലാൻ ഇട്ടേക്കണം. ഇവിടെ നിന്ന് മിസോറാം എനിക്ക് തോന്നണേ ഏകദേശം 200 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നണേ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് പയ്യെ പോകണ വഴിയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കടകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സൈക്കിളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തക്കാളിയാണ് ഈ ഉണ്ടാക്കി കിടക്കണത് ഇല്ലേ, തക്കാളി. പിന്നെ ഇത് നാരങ്ങ കേട്ടോ ഉണ്ടായിട്ടുണ്ട്, ചെറുതായിട്ട് ഒരെണ്ണം. പിന്നെ ഇത് അടിയിലൊക്കെ ഉണ്ട് കേട്ടോ കൃഷി കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. ഇത് മുളക്. നീ അച്ഛാ ഇതും തന്നെ നാരങ്ങ തന്നെ കേട്ടോ. പിന്നെ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ പേരക്ക, പിന്നെ മുളക്, പാവയ്ക്കാണ് തോന്നുന്നത്. പിന്നെ വഴുതനങ്ങ എന്തോന്ന് തോന്നിട്ടത്. ये पूरा आप लोग का फैमिली का घर? अच्छा,
ഓ കോഴിയിലൊക്കെ ഉണ്ട് കേട്ടാ, ചെറിയ കോഴി, കാടക്കോഴിയാന്ന് തോന്നുന്നുണ്ട്. ചോട്ടാ പല ഇത് തന്നെ കാടക്കോഴിയാണ്ട് കാണാം എന്ന് തോന്നണേ. കണ്ടിട്ട് ആ ഒരു കളറൊക്കെ കണ്ടിട്ട് ഇതൊക്കെ കാടയെന്ന് തോന്നുന്നുണ്ട് ഈ കാണല്ലേ. ഉണ്ടല്ലേ, ഇതൊക്കെ വേറെ ടൈപ്പ് കോഴിയാണ്, മറ്റേ ചെറിയ കോഴിയാണ്ട, കുഞ്ഞു കോഴി. ആ ഓ മാലും ചോട്ടായനാ. ആ ഇത് പുള്ളിയുടെ വീടിൻ്റെ ഉള്ളിലാണ്ടാ. ഞാൻ ശരിക്കും പറഞ്ഞതേ, നമ്മൾ ഇന്നലെ അത്രയും വൈകിയല്ല. സത്യം പറഞ്ഞാൽ രാവിലെ ഒരു ഫുഡ് കഴിച്ചിട്ടുണ്ടാവില്ല. രാവിലെ 2 സമൂസ കഴിച്ചിട്ട് ഇറങ്ങിയാണ്ട. സൈക്കിളും തള്ളിക്കൊണ്ട് ആകെ ഇടങ്ങേറായിപ്പോയി. അപ്പോൾ പുള്ളിയുടെ കടയിൽ വന്ന് ഉച്ചക്ക് വന്നേട്ടാ, അത് ഇതുവരെ ശരിയാക്കിയിട്ട് ഇവർ നോക്കിയിട്ട് റെഡിയാണല്ല. ഇന്നിപ്പോൾ വേറെ മെക്കാനിക്കിനെ വിളിച്ച് റെഡിയാക്കാമെന്നാണ് പറഞ്ഞാൽ. കാരണം ഫിച്ചാർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ടെൻ്റ് അടിക്കൽ ഭയങ്കര പണിയാണ്. നമുക്ക് ടെൻ്റ് അടിക്കാൻ സ്ഥലമില്ല, സ്റ്റേ ചെയ്യാൻ സ്ഥലമില്ല. അങ്ങനെ ആകെ പെട്ടിരിക്കുന്ന സമയത്താണ് മനസ്സിൻ്റെ ഉള്ളിൽ വന്നൊരു ദേഷ്യമായിരുന്നു. പക്ഷേ ഞാൻ പുറത്ത് കാണിച്ചില്ല കേട്ടോ. പക്ഷേ ഇപ്പം എനിക്ക് ആ ഒരു ദേഷ്യം മനസ്സിൽ വരണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് ഇതാണ് നമ്മളോട് ഭയങ്കര ഫ്രണ്ടിങ് കാര്യങ്ങളാണ്. പുള്ളി എപ്പോഴും നമ്മളോട് ചിരിച്ചൊക്കെ സംസാരിക്കണം. പുള്ളി എന്നോട് ഒരു പറഞ്ഞായിരുന്നു, നീ എവിടെ പോയാലും നിസ്കാരം കളയരുന്നു കേട്ടോ. അതെൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ എന്നോട് എപ്പോഴും പറയുന്ന കാര്യമുണ്ടാകും. പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ ബോഡി നജസാവും. ചില കാര്യങ്ങൾ കൊണ്ട് നമ്മൾ യൂറിൻ കാര്യങ്ങളൊക്കെ ചില സമയത്ത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ബാത്റൂമിൽ പോലൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം പലപ്പോഴും നജസാവുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നിസ്കരിക്കാൻ പറ്റില്ല. പിന്നെ ബാക്കി നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പോകണതാണ് നമ്മൾ യാത്രയിൽ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രമേ കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇവിടുത്തെ പള്ളിയിൽ പോയി. ഇവർ ദാനം കൊടുത്ത പള്ളിയാണ്, അതായത് ഇവർ നിർമ്മിച്ചു കൊടുത്ത പള്ളിയാണ് പുള്ളിയുടെ വാപ്പായിട്ടാണ്. അപ്പോൾ അവർ പള്ളിയാനെ ഞാൻ കാണിച്ചു തരാട്ടാ. അപ്പോൾ അവിടെ പോയി അവിടുത്തെ ഉസ്താദിനെ കണ്ട്, ഉസ്താദ് എനിക്ക് പോകാറ് 500 എടുത്താണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതാണ് പ്രശ്നം പോയത്. അപ്പം ഇനിയിപ്പോൾ ഫുഡ് റെഡിയാക്കാണ്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം കേട്ടോ. എന്നിട്ട് പുള്ളിയുടെ കടയിൽ പോകണം, സൈക്കിൾ ശരിയാക്കണം, ഇവിടുന്ന് ഇറങ്ങാമെന്ന് വെച്ച്. കാരണം ഇവിടെ ഭയങ്കര തിരക്കുള്ള ഒരു ഏരിയ കേട്ടോ. നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നു കേട്ടോ. ഉരുളൻകിഴങ്ങ് കറിയുണ്ട്, ചപ്പാത്തി ഉണ്ട് കേട്ടോ. ഹായ്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം നമുക്ക്. ഈ കാണേണ്ട പറഞ്ഞ പള്ളി ഉണ്ടല്ലേ, ഇവർ പണിത് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ പള്ളിയാണ് കേട്ടോ. അപ്പം നമ്മളിവിടെ ഉസ്താദിനെ കണ്ടായിരുന്നു. പക്ഷേ ഉസ്താദൊക്കെ പോയി തോന്നിട്ടാ, ആരെയും കാണല്ല. ഇവിടെ കുറച്ച് പിള്ളേർ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടാ. നമ്മൾ ഈ ഒരു പള്ളിയിലാണ് നിസ്കരിക്കാനൊക്കെ വന്നാൽ. പിന്നെ ഇവിടെ ചെറിയൊരു ഖബർസ്ഥാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ ബാത്റൂമൊക്കെ യൂസ് ചെയ്ത് അവിടെ ഉണ്ട്. അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പള്ളിയാണ് ഞാൻ പറഞ്ഞില്ല. അവർ പുള്ളിയൊക്കെ ഏകദേശം ഒരു 6 മക്കളാണെന്നാണ് പറഞ്ഞത്. പുള്ളിയുടെ ഫാദർ, പുള്ളീൻ്റെ വാപ്പ പണിത് കൊടുത്തതെന്നാണ് പറഞ്ഞത്. എന്തായാലും സന്തോഷം കേട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് മുസ്ലിംസ് ഏരിയ എന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. പിന്നെ എല്ലാ ആളുകളും വെള്ളം ഫില്ല് ചെയ്യാണ് ഇവിടുന്ന് കേട്ടോ. അത്യാവശ്യം തണുത്ത വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, ഫ്രീസറുള്ളതുകൊണ്ട് എല്ലാവരും പോണവരും വന്നവരൊക്കെ വെള്ളം ഫില്ല് ചെയ്യാൻ കേട്ടോ. നല്ല കാര്യം കേട്ടോ ആ ഒരു ഇതൊക്കെ വെച്ചേക്കണോണ്ടേ. നമ്മളങ്ങനെ സൈക്കിള് വേറൊരു കടയിൽ സെറ്റാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. ഹായ്, आपका नाम क्या है भैया? मेरा कबीर हुसैन। कबीर हुसैन, अच्छा. आपको इधर? मेरा घर इधर। अच्छा. आप लोग का नाम क्या है? अच्छा, आपका नाम बोलो. अब्दुल हसन. അപ്പം നമ്മുടെ സൈക്കിൾ വേറൊരു കടയിൽ കൊണ്ടുവന്നേക്കുന്നുണ്ടാ. भैया आपका नाम क्या है? हमारा नाम है अच्छा तारामणि है। ये वाजुर है, वाजुर रहमान। यहाँ जी। अच्छा. सिलचर का रहने वाला है, कच्चर का। अच्छा. आप प्रॉपर सिलचर का है? अच्छा. ये आपका दुकान है? हाँ जी। अच्छा. मालिक है। मालिक है ना? मैं ये मालिक के ऊपर बैठा हुआ है। हम ये मालिक, हम लोग मट्टी का पुतला है। अच्छा. सही है. मालिक ऊपर वाला, दुकान का मालिक। दुकान का मालिक आप है? अच्छा. मालिक ऊपर वाला। अच्छा. मालिक। നമ്മുടെ സൈക്കിൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി. अच्छा. हाथ करो. ओके भैया आएगा. ओके. एरिया का नाम चमड़ा गुदाम है। एरिया का नाम क्या है? चमड़ा गुदाम। अच्छा. इधर चाय पिएगा आप लोग? अच्छा. ഇവിടെ ചായ കുടിക്കാണ്ട് വന്നേക്കുന്നുണ്ട്. ഇവിടെ ചപ്പാത്തി കാര്യങ്ങളൊക്കെ. फोटो करेगा? नहीं, उसका फोटो करना है इसलिए मजाक। अच्छा. आपको लाइव चलेगा लाइव? आप चाय पी ली? अब आओ, आप लोग आओ. नहीं, हमने पी के आया। अच्छा. ओके.
ഇവിടെ ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ചായ വന്നിട്ടുണ്ട്, പിന്നെ ഇത് ചപ്പാത്തി വന്നിട്ടാ വയ്യ ചായ പിയേക. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റായി പാക്ക് ചെയ്ത് എന്തിരിക്കണേട്ടാ. അപ്പോൾ വയ്യ താങ്ക് യു तो बहुत हेल्प है और थैंक यू. तो भैया दुआ करो. बहुत धन्यवाद. ഓക്കെ. സൈക്കിൾ ഇതുവരെയും ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി. ഒരുപാട് പേരുണ്ട് ഇവിടെ. ഇതൊക്കെ എല്ലാവരും നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കണ കേട്ടാ. നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കേണ്ട പുള്ളി. ഈ ഒരു പുള്ളിയെ മേടിച്ച പാവം പുള്ളി കേട്ടോ. പുള്ളിയാണ് നമുക്ക് കഴിക്കാനുള്ള സാധനം മേടിച്ചത് കേട്ടോ. നമ്മളെ ഒന്ന് സൈക്കിളൊന്ന് ചവിട്ടി സെറ്റാക്കാൻ വേണ്ടി പോകണം കേട്ടോ. കാരണം സൈക്കിളിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇതുവരെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്ര നേരം നല്ല പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ വേറെ രണ്ടുപേരും കേട്ടോ. മെയിനിൽ പോണ പുള്ളിയില്ലേ, പുള്ളിയാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത ഒരു റൈഡ് പോകാമെന്ന് പറഞ്ഞേ. അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ചൂടുണ്ട്. അതുപോലെ തന്നെ 36 ഡിഗ്രി ആണ് ഇപ്പോൾ. ഏകദേശം 6 മണി 36 ഡിഗ്രിയിലേക്കണം.